കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പോലെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹ, ദൈവത്തോടുള്ള ആർദ്രമായ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ദൈവത്തിനോട് അത്രയും ഒരു സ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ, നിങ്ങളെ തിരികെത്തിക്കത്തില്ല. പച്ചത്തിരിയും നിരക്കത്തിരിയും കത്തിക്കുമ്പോൾ എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ അല്ലോ. എൻ്റെ ദൈവമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിനക്ക് വേണ്ടി ജീവിക്കാൻ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും ദൈവരാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം കുഞ്ഞുങ്ങളെ എടുക്കാനൊക്കെ ഒരു മരിങ്ങെന്ന് പറയത്തില്ലേ? മരിങ്ങെന്നൊക്കെയാണ് ആലപ്പുഴ ഭാഷ. ഇപ്പം നമ്മൾ ഈ കുഞ്ഞു പെട്ടികളൊക്കെ ഒരു ജ്ഞാനസ്ഥാന പ്രായമാകണ സമയത്തൊക്കെ സാധാരണ അമ്മമാർ കുഞ്ഞുങ്ങളെ കൈമാറി കൊടുക്കത്തില്ലല്ലോ. ആശുപത്രിയിൽ നിന്നൊക്കെ പെറ്റ് വന്നു വെച്ചും കുഞ്ഞുങ്ങളെ അടുത്ത് അവിടെ പോയി ഇരിക്കും, തൊടിക്കത്തൊന്നുമില്ല. കാര്യം കൊച്ചു പിള്ളേരായാലും നമ്മുടെ ആൻറ്റിമാരായാലും കുഞ്ഞുങ്ങളെ വന്ന് എടുക്കുന്നതിൻ്റെ കൈ ഈ ഒരു മരിങ്ങുണ്ട്, അതല്പം തെറ്റിപ്പോയാൽ കുഞ്ഞിന് നീർക്കെട്ടലുണ്ടാവും. അതുകൊണ്ട് അമ്മമാർ തന്നെ എടുക്കണം. അതുകൊണ്ട് അമ്മമാരല്ല, കൈമാറി എടുത്താൽ കൊച്ചുക്ക് നിലവിളിക്കുകയും ചെയ്യും ഉടനെ. അത് എഴുതണ പേന പോലൊരു തായമുണ്ട്, അതിന് എടുക്കുന്നതിൻ്റെ തായമുണ്ട്. ഇതുപോലെ ദൈവസ്നേഹത്തിനൊരു തായമുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിച്ച ദൈവസ്നേഹത്തിനൊരു തായമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മകനാണെന്ന് ദൈവത്തിന് തോന്നണം, അല്ലാതെ എന്തോ ഒരു ഫങ്ഷണറി ആണെന്ന് തോന്നരുത്. ഇപ്പോൾ ഒരു വിഷയമുണ്ടായി, അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്ന് കുറച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന എന്തോ ഒരു വസ്തുവാണെന്ന് തോന്നരുത്. മറിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ എന്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് പറയണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം. മനസ്സിലായില്ലേ? എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഉടമ്പടി ഞങ്ങൾ എല്ലാവരുടെയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ടുണ്ടത്, യൂട്യൂബിലുണ്ട്. സിമിയുടെ സാക്ഷ്യവും നമുക്ക് കേട്ടാൽ നമുക്ക് ത്രില്ലടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമിയുടെ വിഷയമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം. അയാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ ഗർഭനാളിയില്ലേ, അതിന് ക്യാൻസറാണ്. അപ്പോൾ ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ഗർഭനാളി ഒരെണ്ണം എടുത്ത് കളഞ്ഞ്.
അപ്പോൾ എന്നിട്ട് അവൾക്ക് നല്ല ധൈര്യമാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ എന്നാലും എനിക്ക് ഒരു അണ്ടനാളെ എടുത്ത് കളഞ്ഞിട്ടും എനിക്ക് മരുന്നുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാനങ്ങനെ ധൈര്യം പെട്ടിരുന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ചികിത്സ പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും 2nd സ്റ്റേജ് ക്യാൻസർ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ശാസ്ത്രമുണ്ടല്ലോ, എനിക്കത് പ്രശ്നമൊന്നുമില്ല, കീമോ എടുത്തിട്ട് ഒത്തിരി പേര് രക്ഷപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്താ പ്രോബ്ലം? ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് പോയി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പോയ ക്യാൻസർ 3ാം പ്രാവശ്യം വന്ന്. 3ാം പ്രാവശ്യം എൻ്റെ ഇവിടെ തോളിലൊരു മുഴ വന്ന് എൻ്റെ പെൽവിക് റീജിയനിലൊക്കെ അരക്കെട്ടിന് താഴെയും അരക്കെട്ടോട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ മുഴകൾ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റ് സ്കാൻ എടുത്തു. അപ്പോൾ കുറച്ച് വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ചങ്ക് പതറിപ്പോയി. ഇത്രയും നാൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞത് എന്താണ്, നമുക്ക് നോക്കാം. അപ്പം ഞാൻ വിശ്വസിച്ച സയൻസിനെ എവിടെയോ അടി പതറുന്നുണ്ട്. ആ പതർച്ച തിരിച്ചടിച്ച് കൊടുക്കുക. കരിവെള്ള മുടിയൊക്കെ പോയി, ലക്ഷണം മാറി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, അതേ പോയി. മനസ്സിലായില്ലേ? 3ാം സ്റ്റേജ് വന്നിട്ട് 1.5 കൊല്ലം 2 കൊല്ലം ഈ പേഷ്യൻ്റ് കടന്നു പോയിട്ടും സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, ചികിത്സയുണ്ടല്ലോ, എത്ര പേര് ചികിത്സിച്ച് സുഖപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുകയാണ്. അപ്പോഴും ഇവർക്ക് ഫുള്ളായിട്ട് ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാര്യം? ചികിത്സയുണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് അവലംബം വെച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ എസെക്കിയാ പറയുന്നത്. ആ വചനം വായിച്ച മോളെ ശ്രുതികട്ടെ. യെശയ്യാ 38:3. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അപ്പൊ എസെക്കിയാ എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന്, എൻ്റെ പൂർവ്വകാലങ്ങളിലുള്ള വിശ്വസ്തത. പിന്നെ എന്താ? പൂർണ്ണമായ ഹൃദയത്തോടെ അങ്ങയുടെ തിരിച്ച് അവരുടെ പ്രശ്നം വേണ്ടത്. ഇപ്പോൾ ഡോക്ടറുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ, മെഡിസിൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേ പൂർണ്ണ ഹൃദയമില്ലത്. ഹൃദയം 15% സയൻസിന് കൊടുത്തിരിക്കുകയും. ഇവിടെയാണ് പ്രശ്നം വേണ്ടത്. നിങ്ങൾ സയൻസിന് കൊടുക്കും, ഞാനും ചികിത്സിക്കുന്നതാണ്, എനിക്കും രോഗം വന്ന് ഞാനും ചില സമയത്ത് ചികിത്സിക്കും. പക്ഷേ അതല്ല പ്രശ്നം. നമ്മൾ അതിന് ഹൃദയം കൊടുക്കരുത്. ഹൃദയം ആർക്കാണ് കൊടുക്കേണ്ടത്? ഹൃദയം സയൻസിനെയും ഡോക്ടറിനെയും കണ്ടുപിടിച്ച ദൈവത്തിനാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ വ്യാപരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, രക്ഷകാ, കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടത് കൈയും വലത് കൈയും പോലെ തന്നെ പ്രാർത്ഥനയുടെ 2 കൈകളാണ്. എന്ത്? വിശ്വസ്തതയും പൂർണ്ണഹൃദയവും. പൂർണ്ണഹൃദയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ചേച്ചി എന്നാ പറയണത്? എനിക്ക് ഡോക്ടറുണ്ടല്ലോ, മരുന്നുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നല്ല. അതാണ്. അപ്പോൾ ഹൃദയം പകുതിയോളം മരുന്നിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ മേമ്പൊടിക്ക് പ്രാർത്ഥനയും. അവിടെ വിഷയം തന്നെ. നിങ്ങളുടെ വിഷയത്തിൽ വെറുതെ വരുകയും നിങ്ങളെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, വീട് വെക്കാം, ലൈഫിൻ്റെ കാശ് കിട്ടിയല്ല 4 ലക്ഷം, ബാക്കി
നമുക്ക് ഇന്നാൾ ഇത്ര രൂപ തരാറുണ്ടല്ലോ അത്, പിന്നെ വീട്ടിൽ പൊന്നുണ്ടല്ലോ അത്, ഇങ്ങനെ കുറേ ആശ്രയം വെക്കും. നിങ്ങളെ ആശ്രയം വെക്കുമ്പോൾ സ്വാഭാവികമായി പ്രാർത്ഥനയുടെ ബലക്ഷയം ഉണ്ടാകും. പ്രാർത്ഥനയുടെ ബലക്ഷയാണ്. കാര്യം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫുള്ളായിട്ടുള്ള കർത്താവ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ കാര്യമാക്കുന്നത് ബേസിക്കായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളുടെ ആസ്തി നീ മാത്രമാണെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് പ്രേയറിൽ അഡ്രസ്സ് ചെയ്യരുത്, മനസ്സിൽ പോലും ഓർക്കരുത്. ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർക്കണം. അതായത് കർത്താവിൻ്റെ കാലത്ത് ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്നിവർ വിചാരിച്ചിരുന്നു. ഇപ്പം കർത്താവ് പറഞ്ഞ് അങ്ങനെ എബ്രാഹം ഉണ്ട്, യാക്കോബുണ്ട്, ഇസഹാക്കുണ്ട് എന്നൊന്നും പറയരുത്. കാര്യം ദൈവത്തിനെ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി പോകും. കാരണം ഈ കല്ലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് എബ്രാഹത്തെ സന്തതികൾ ജനിപ്പിക്കാൻ കഴിയും. അപ്പം മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കൊണ്ട് മത്തായി 3:9. മത്തായി 3:9. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ശരി, ഇതാണ് പ്രശ്നം. അഭിമാനങ്ങളിലായിരിക്കും ടോർപ്പട വീഴാൻ പോണത്. നമുക്ക് ഇന്ന സംഭവം ഉണ്ടെന്നും പറഞ്ഞ് അഭിമാനിക്കരുത്. FD ഉണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, ആങ്ങള അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് പ്രശ്നം. ഉണ്ട് എന്ന് പറയരുത്. ആധ്യാത്മികമായി വരുമ്പോൾ ഈ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നേരെ ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വരണത്. ഞങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ അനിയത്തി ലണ്ടനിലുണ്ട്, മറ്റേ ആൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞോളൂ. ഈ കല്ലുകളിൽ, ഓ ദൈവമേ, എന്തൊരു പറച്ചിലാണ് കേട്ടെ. ഈ കല്ലുകളിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലുകളിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയമെന്ന് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. എന്നെ കൈവിടാത്തവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പല വിഷയങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു പോയവരുണ്ട്. ജീവിതം തന്നെയല്ല, നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് പരാജയം സംഭവിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒരു യന്ത്രം പോലെ ഇവിടെ വരുന്നു, ഇവിടുന്ന് പോകുന്നു, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യട്ടെ, ഞാൻ തീർന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കൊണ്ട്, ആരെങ്കിലും ഇങ്ങനെ തല്ലിപ്പായിക്കുന്നതുകൊണ്ട് വന്ന് നിൽക്കുന്നു, പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, അതിനുള്ള അടയാളം കിട്ടണില്ല. അങ്ങനെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഡിപ്രഷൻ ബാധിച്ച പല കാര്യങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. മാനസികമായി തളർന്നിരിക്കുന്ന മക്കൾക്ക് ഈ ആരാധന ശക്തിപ്പെടുത്തണമേ, വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ചിലർക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും, അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് അച്ഛാ, എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കൊതിയാണ്. എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ്, ഭാര്യയും ഭർത്താവും. പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല. ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒത്തില്ല. അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ട്. ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്നതിന് കിട്ടിയനും അത് സമയത്ത് പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതും ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഇപ്പോഴും അത് തന്നെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ മരത്തം പടരട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. മക്കളെ മുട്ടേ നിൽക്കുക. അച്ഛൻ വിട്ടുപോയ നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക.
മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ